നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബംഗാളിലെയും തമിഴ്നാട്ടിലെയും രാഷ്ട്രീയ സ്ഥിതി ബി ജെ പിക്ക് അന്നും ഇന്നും മോശം തന്നെയാണ്. ബംഗാളിൽ 34 കൊല്ലത്തെ ഇടത് ഭരണത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് മമത അധികാരത്തിൽ വന്നതിന് വർഷങ്ങൾക്ക് ശേഷം ബി ജെ പി വിച്ചമിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അവർ ഒരിക്കലും അധികാരത്തിലേക്ക് കടന്നുകൂടാതിരിക്കാനുള്ള എല്ലാ പണിയും മമത ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം. എന്നാൽ ബി ജെ പി പറയുന്ന ആ അർത്ഥത്തിലുള്ള പണിയല്ല. എന്ന് പറഞ്ഞാൽ ബി ജെ പി പറയുന്നത് ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നുമൊക്കെ അനധികൃത കുടിയേറ്റക്കാരെ വോട്ടർ പട്ടികയിൽ ചേർത്തുകൊണ്ടാണ് മമത തുടരെ ജയിക്കുന്നത് എന്നാണ്. ബംഗാളിൽ അരാജകത്വം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ബി ജെ പി നേതാക്കൾ ജാർഖണ്ഡിൽ നിന്നും ഗുണ്ടാ സംഘങ്ങളെ ഇറക്കി തൃണമൂലുകാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിഗതി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ 2024 ഈ ഗുണ്ടാ സംഘങ്ങൾ ഇറങ്ങിയപ്പോൾ പണി പാലും വെള്ളത്തിൽ കിട്ടി. തേരാപ്പാര അടിയും വാങ്ങി ഓടി തള്ളിയതാണ് നമ്മൾ കണ്ടത്. തമിഴ്നാട്ടിൽ പിന്നെ ആ കച്ചവടമൊന്നും നടക്കില്ല എന്ന് അന്നാമലയ്ക്ക് പണ്ടേ മനസ്സിലായാണ് സ്റ്റാൻഡ് വിട്ടു പോയത്. ഇടയ്ക്ക് വിദേശത്ത് ഒരു ഉപരിപഠനം എന്ന പേരിൽ കറങ്ങി നടന്നു എന്നുള്ളതല്ലാതെ അന്നാമലയെ കൊണ്ട് കാര്യമായ ഒരു ഗുണവുമില്ല എന്ന് മനസ്സിലാക്കി ബാറ്റൻ നായനാർ നാഗേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ മൂത്ത സംഘിയുടെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം എരുതിയിൽ നിന്നും വറുചട്ടിയിലേക്ക് എന്ന് പറയുന്ന പോലെ ബി ജെ പിയുടെ സ്ഥിതി കുറച്ചും കൂടി ദുരിതപൂർവമാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ട് ഷെയർ കൂടി എന്ന് അട്ടഹസിക്കുകയും എന്നാൽ ഒരു ലോക്സഭാ മണ്ഡലത്തിലും ജയിക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. 2014 മാത്രമാണ് ബി ജെ പിക്ക് ഒരു ലോക്സഭാ സീറ്റ് ഇതിനു മുമ്പ് ലഭിച്ചത്. അതിനു മുമ്പ് CP രാധാകൃഷ്ണൻ വിജയിച്ചിട്ടുണ്ടെങ്കിലും മോദിയുടെ കാലഘട്ടത്തിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അധികാരം പിടിച്ചെടുക്കുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് വഴിയാണെങ്കിൽ തമിഴ്നാട്ടിൽ അതൊന്നും നടക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 4 സീറ്റ് കിട്ടി എന്നുള്ളത് ശരിയാണത് ഈ തെരഞ്ഞെടുപ്പോടെ നഷ്ടപ്പെടുമെന്നും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ബംഗാളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചക്ക വീണ് മൊയില് ചത്തു എന്ന് പറഞ്ഞതുപോലെ 75 സീറ്റ് ബി ജെ പിക്ക് കിട്ടിയെങ്കിൽ ഇത്തവണ അത് 50 സീറ്റ് പോലും കടക്കില്ല എന്ന് തൃണമൂൽ ഉറപ്പിച്ച് പറയുകയാണ്. തൃണമൂലിന് വളരെ വിശ്വാസമാണ് ബംഗാളിലെ 10 കോടിയിലധികം വരുന്ന ജനത്തെ. അത്രയേറെ സുദൃഢമാണ് മമതയുടെ പാർട്ടി മെഷീനറി. ഭരണത്തെക്കാൾ മമത അവിടെ സുദൃഢമാക്കിയത് പാർട്ടി ബൂത്ത് ലെവൽ മെഷീനറിയാണ്. ഓരോ ബൂത്തിലും തൃണമൂൽ കോൺഗ്രസിന് കൃത്യമായി അറിയാം എങ്ങനെയൊക്കെയാണ് ജയിക്കേണ്ടത് എന്നുള്ളത്. ഗവർണർമാരെ മാറ്റി ബി ജെ പി നേതൃത്വം ബംഗാളിലും തമിഴ്നാട്ടിലും വിട്ടതല്ലാതെ അവരെ കൊണ്ട് കാര്യമായി ബി ജെ പിക്ക് ഗുണമൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. RN രവി ആയിരുന്നാലും ജഗദീപ് ധൻഖർ ആയിരുന്നാലും CV ആനന്ദ ബോസ് ആയിരുന്നാലും അവർക്കൊക്കെ ചെയ്യുന്നതിനൊരു പരിധിയില്ലേ. എത്ര കാലം എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെതിരെ പോരാട്ടം തുടരും. അവർക്കും ഒരു സമാധാനമൊക്കെ വേണ്ടേ എന്ന അവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് ഈ 2 സംസ്ഥാനങ്ങളിലും സുവർണമായ ഒരു വിജയം ഇന്ത്യ മുന്നണിയെ കാത്തിരിക്കുകയാണ്. ബി ജെ പിയുടെ SIR-ഓ കലാപരിപാടികളോ ഒന്നും ഇവിടെ ചെലവഴിക്കാൻ കഴിയില്ല. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും ഒക്കെ കീറിക്കളയാൻ അവർക്കധികം സമയം വേണ്ട. പാലും വെള്ളത്തിൽ പണി കിട്ടും.